യൂട്യൂബ് നമസ്കാരം. ദിസ് ഇസ് നന്ദൻ. വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. 2019 ജനുവരി 18 ഉണ്ണി മുകുന്ദന്റെ ഫിലിം കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ക്യാരക്ടർ ഒരു സിനിമയിലൂടെ പുറത്തിറങ്ങി. മിഖേൽ എന്ന ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന സമയത്ത് അതിൽ നായകനായിട്ട് വരുന്നത് നമ്മുടെ നിവിൻ പോളിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കപ്പെട്ടത് ഒരു സ്റ്റൈലിഷ് കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടച്ച് ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വന്ന് നമ്മളെ അമ്പരിപ്പിച്ച ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്നൊരു കഥാപാത്രം. ആ സിനിമ കണ്ടവർക്ക് ആ ഒരു കഥാപാത്രത്തെ മറക്കാൻ പറ്റൂല. ഒരിക്കലും ഉണ്ണി മുകുന്ദന്റെ ഒരു ആക്ടിങ്, ആ ഒരു സ്റ്റൈൽ ലുക്കും നമുക്ക് മറക്കാൻ പറ്റൂല. സോ എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ചാൽ ഇന്നലെ 2024 ജൂൺ 16 ഉണ്ണി മുകുന്ദന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജിലൂടെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു മോഷൻ പിക്ചർ പോസ്റ്റർ റിലീസായിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ മിഖേൽ എന്ന സിനിമയിലെ ആ ഒരു മാർക്കോ എന്ന കഥാപാത്രം വീണ്ടും പുനർജനിക്കാൻ പോകുന്നു. അത് വീണ്ടും ഒന്നൊന്നര സ്റ്റൈലിഷ് കഥാപാത്രമായിട്ട് തന്നെ ആ മോഷൻ പിക്ചർ നമ്മൾ കണ്ടാൽ അറിയാം. അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ശരിക്കും പറഞ്ഞ എക്സൈറ്റഡ് ആണ്. നമ്മൾ ആ പിക്ചർ കാണുമ്പോൾ അറിയാം ഭയങ്കരമായ എക്സൈറ്റ്മെന്റ്. ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഉണ്ണി മുകുന്ദന്റെ ആ ലുക്കും, ബ്ലഡി ലുക്ക്, ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ലുക്ക് നമുക്ക് നേരെ നോക്കാം. ഇതാണ് സാധനം, എന്റെ പൊന്നോ, വേറെ ലെവൽ സാധനം. ഒന്നാമത് എന്താ പറയുക, ഞാൻ പറഞ്ഞ ഒരു ബ്ലഡി ലുക്ക്, ഒരു ഡെവിളെല്ലാം പോലെ ഒരു അനിമൽ ലുക്ക് അല്ലേ, അതേപോലത്തെ ഒരു സാധനം. പെട്ടെന്ന് ആ ഒരു ഈ ഗോൾഡൻ ലെറ്ററിലുള്ള റൈറ്റിംഗ് കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ആനിമലാണ്. ആനിമലിന്റെ ആ ഒരു റൈറ്റിംഗ് ഉണ്ടല്ലോ, അതേപോലൊരു സാധനം. ബ്ലാക്ക് സ്യൂട്ട്, കത്തിയിലുള്ള ബ്ലഡ് സാധനം, ഒരു രക്ഷയില്ല. ഇത് ലൈക്ക് ഇതൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ ഒന്നും കൂടിയുള്ള വരവാണ്. സോ ഇത് എങ്ങനെങ്കിലും പോസിറ്റീവ് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് മാറും. അതിന്റെ മേക്കിംഗ് നോക്കണം. ഒബിയസ്ലി ഇപ്പോഴൊന്നും ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല, ഇത് ഹിറ്റ് ആവോ ഫ്ലോപ്പ് ആവണമെന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷെ ഈ ഒരു ക്യാരക്ടർ ഇത് ഭയങ്കരമായ ഒരു ഹെവി ക്യാരക്ടറാണ്, സ്റ്റൈലിഷ് ആണ്, ഒരു ആനിമൽ സംഭവമാണ്. സോ ഹനീഫ് അദീനി തന്നെയാണ് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഹനീഫ് അദീനി, പ്രൊഡ്യൂസ്ഡ് ബൈ ഷെരീഫ് മുഹമ്മദ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോപി സുന്ദർ ആയിരുന്നു. സോ ഇപ്രാവശ്യം ആരാണെന്ന് അറിയില്ല. പക്ഷെ അവരുടെ ആ സെയിം ടീം തന്നെയാണ് എഗെയിൻ മാർക്കോ ആയിട്ട് എപ്പോഴും ഷൂട്ടിംഗ് തുടങ്ങുമെന്നോ ആയിരുന്നു അറിയില്ല. മെയില് ഷൂട്ടിംഗ് തുടങ്ങുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. മേ ബി തുടങ്ങിയിട്ടുണ്ടാവാം. ഇനി എപ്പോഴാണ് അതിന്റെ ട്രെയിലർ ടീസർ ഒന്നും അറിയില്ല. പക്ഷെ വെയിറ്റിംഗ്. ഉണ്ണിമുഖത്തിന്റെ ഒരു കരിയർ ഗ്രാഫ് ഒന്നും കൂടി ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മൂപ്പർക്ക് കിട്ടുന്ന ഒരു ഹേറ്റ് ക്യാമ്പയിനും സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിൽ ഒന്നൊന്നായിട്ട് മൂപ്പര് മറുപടി കൊടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ തമിഴില് ആ ഒരു പടം ചെയ്തു, ഇത് ഗരുഡൻ പടം ചെയ്തു. പിന്നെ മലയാളത്തിലാണ് ഹിറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് സംഭവം കിടുക്കും, മാർക്കോ കിടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ മാർക്കോയുടെ ഒരു ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ 8 മാസങ്ങൾക്ക് മുമ്പ് ഇത് യൂട്യൂബിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ സെയിം മാർക്കോയുടെ ഒരു ഒഫീഷ്യൽ മോഷൻ പോസ്റ്റർ. പക്ഷെ 8 മാസത്തിന് മുമ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ ആ ടൈമിൽ നമുക്ക് എന്തായാലും കാണാൻ നിർവാഹം ഉണ്ടായിട്ടുണ്ടായില്ല. പക്ഷെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. 1 മില്യൺ എബോവ് ആണ് മാർക്കോന്റെ ആ ഒരു മോഷൻ പിക്ചേഴ്സിനുള്ള വ്യൂസ്. നമുക്ക് ഏകദേശം കണ്ടിട്ട് വരാം. ഗൈസ് 35 സെക്കൻഡേ ഉള്ളൂ. ലെറ്റ്സ് വാച്ച് ഹിയർ. ഓ, സ്റ്റൈൽ റിച്ച് സാധനം അല്ലേ, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. സൂമാക്കാം. ഉണ്ണി മുകുന്ദൻ മാർക്കോ 2024 റിലീസ്. ജസ്റ്റ് ആ ഒരു മോഷൻ പിക്ചർ മാത്രമേ ഉള്ളൂ. സോ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണി മുകുന്ദൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, പ്രതീക്ഷയിലാണ്. അതേപോലെ ഉണ്ണി മുകുന്ദൻ ഫാൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ചെറിയൊരു പോസിറ്റീവ് സാധനം വന്ന് കയറിയാൽ ഇത് കന്നഡയിലും തെലുങ്കിലും പാൻ ഇന്ത്യ, ഹിന്ദിയിലൊക്കെ തമിഴിലൊക്കെ പാൻ ഇന്ത്യ ലെവലിൽ എടുക്കാൻ പോകുന്ന സാധനമാണ്.
മേക്കിങ്ങിലും സ്ക്രിപ്റ്റിലൊക്കെ ഒരു അട്ടാറ് സംഭവം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദന്റെ പെർഫോമൻസും കൂടി അതിൽ മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, പക്ഷെ പഴയ ഉണ്ണി ഉണ്ണനല്ല, അതാണ് ഉണ്ണിമുകുന്ദന്റെ പെർഫോമൻസ് ഈയിടെ കഴിഞ്ഞ കുറച്ച് ഫിലിമുകളായിട്ട് മൂപ്പർ ഇങ്ങനെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. സോ ആ ഒരു ആക്ടിങ് ലെവൽ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ബാക്കിയെല്ലാം ബ്ലെൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനം നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും. സോ ഈഗർലി വെയിറ്റിംഗ് ഫോർ മാർക്കോ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ ആൻഡ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.